പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, ഉയർപ്പിന് ശേഷം 4-ാം ഞായർ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ച എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് നാം ധ്യാനിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗം ഇപ്രകാരം ആരംഭിക്കുന്നു: അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്നു വിറച്ചു. ഭൂതത്തെയാണ് കാണുന്നതെന്ന് അവർ വിചാരിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ. യേശു തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അവർ ഭൂതമാണെന്ന് വിചാരിച്ച് ഭയന്നപ്പോൾ യേശു എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്ന് അവരോട് പറയുന്നു. തുടർന്ന് യേശു പറഞ്ഞു, എന്നെ സ്പർശിച്ചു നോക്കുവിൻ, എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ. എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു, ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ? ഒരു കഷ്ണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു. അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു. ഉയർപ്പിന് ശേഷം സ്വർഗാരോഹണം വരെയുള്ള നാളുകൾ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിനങ്ങളാണ്. ഇവിടെ ശിഷ്യഗണത്തിന് യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. 44 മുതലുള്ള വാക്യങ്ങൾ. അവൻ അവരോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. നേരത്തെ യേശു വിശുദ്ധ ലിഖിതങ്ങൾ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തെങ്കിൽ ഇപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു സഹിക്കുകയും 3-ാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ, എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. യേശു അപ്പസ്തോലന്മാർക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അവിടുന്ന് അവർക്ക് വ്യക്തമാക്കി കൊടുത്തു. യഹൂദരുടെ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ളവനാണ് എന്ന് യേശു വ്യക്തമാക്കി കൊടുക്കുകയാണ്. മാത്രമല്ല, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറക്കുകയും ചെയ്തു. യേശു വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. അവരുടെ അനുഭവം പങ്കുവച്ചപ്പോൾ പ്രത്യക്ഷീകരണ അനുഭവം നൽകി. വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം മനസ്സിൻ്റെ കണ്ണുകളെ അവിടുന്ന് തുറന്നു. അവരുടെ ദൗത്യം അവിടുന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്തു. അവർ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ സുവിശേഷം യേശുവിൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച എല്ലാ ജനതകളോടും പ്രഘോഷിക്കണം. സകലരോടും ഈ സുവിശേഷം പ്രഘോഷിക്കണം, സാക്ഷ്യം നൽകണം. പക്ഷേ ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ്, സുവിശേഷ സാക്ഷ്യത്തിനായി അവർ ഇറങ്ങുന്നതിന് മുമ്പ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കണം, അഥവാ പരിശുദ്ധാത്മ ചൈതന്യത്താൽ നിറയണം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതിന് ശേഷമേ ഈ ദൗത്യത്തിനായി ഇറങ്ങാവൂ. യഥാർത്ഥത്തിൽ സുവിശേഷ വ്യാപ്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വചനത്തിൻ്റെ വ്യാപ്തി പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ജെറുസലേമിൽ തന്നെ, നഗരത്തിൽ തന്നെ വസിക്കുവിനെന്ന്. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കണമെങ്കിൽ
ഒരു കാത്തിരിപ്പ് ആവശ്യമാണ്. യേശു പറഞ്ഞതും യേശു പ്രവർത്തിച്ചതും അവർ കണ്ടതും കേട്ടതും എല്ലാം ധ്യാനിച്ച് കാത്തിരിക്കണം. ക്രിസ്തു സംഭവം മുഴുവനും ധ്യാനിച്ചുകൊണ്ട് ഉന്നതത്തിൽ നിന്നുള്ള ശക്തിക്കായി കാത്തിരിക്കണം. ആ കാത്തിരിപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന് പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവത്തിലേക്ക് വരാം. പരിശുദ്ധാത്മ നിറവിൻ്റെ അനുഭവത്തിൽ നിന്ന് സുവിശേഷ സാക്ഷ്യത്തിനായി പോകണം. ദ സ്പ്രെഡ് ഓഫ് ദ വേർഡ് ത്രൂ ദ പവർ ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മ ശക്തിയാൽ വചനം വ്യാപിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഉയർപ്പുകാലത്തിലാണല്ലോ. ഉത്ഥാന പ്രത്യക്ഷീകരണ അനുഭവത്തോടെ ഉത്ഥാനത്തിൻ്റെ ആനന്ദത്തിലേക്ക് കടന്നുവന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചു കാത്തിരിക്കണം. ക്രിസ്തു സംഭവം മുഴുവൻ ധ്യാനിച്ച് കാത്തിരിക്കണം. അങ്ങനെ ഉന്നതത്തിൽ നിന്നുള്ള ശക്തിയാൽ നിറഞ്ഞ് പുതിയ പെന്തക്കൊസ്തി അനുഭവത്തോടെ സുവിശേഷ വെളിച്ചം ലോകത്തിലെങ്ങും വ്യാപിപ്പിക്കണം. യേശുവിൻ്റെ സുവിശേഷം സകലരോടും പ്രഘോഷിക്കണം. നമുക്ക് ഈ ഉത്ഥാന പ്രത്യക്ഷീകരണ അനുഭവം ഉണ്ടായാലേ, യേശുവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവം ഉണ്ടായാലേ അവിടുത്തെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിക്കാനുള്ള ഒരു തീഷ്ണത നമുക്ക് വരികയുള്ളൂ. ബാഹ്യമായ അർത്ഥത്തിലല്ലെങ്കിലും നമ്മുടെ ആന്തരിക നയനങ്ങൾ തുറന്ന് യേശുവിനെ കാണാൻ, ആത്മീയമായി യേശുവിനെ തിരിച്ചറിയാൻ, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാനുള്ള കൃപയും, അങ്ങനെ ഉത്ഥാന മഹാരഹസ്യത്തെയും ഉത്ഥിതനായ കർത്താവിനെയും ആഴത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കണം. ആ അനുഭവത്തിൽ നിന്ന് സാക്ഷ്യത്തിലേക്കും സകലരോടും സുവിശേഷം പ്രഘോഷിക്കുവാൻ. ഇന്നത്തെ ലേഖന ഭാഗം കൂടെ നമുക്ക് ധ്യാന വിഷയമാക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഈ ലേഖന ഭാഗത്ത് സ്ലീഹ നമ്മോട് പറയുന്നു, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. 17-ാം വാക്യം, ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ഉത്ഥാനമഹാരഹസ്യം തന്നെ നമ്മെ ഈ പുതിയ സൃഷ്ടിയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ സഹായിക്കേണ്ടതാണ്. 18-ാം വാക്യത്തിൽ സ്ലീഹ പറയുന്നു, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരായി പരിഗണിക്കാതെ രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യപ്പെടുത്തുകയായിരുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് രമ്യതപ്പെടുവിൻ. ഇതാണ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, ദൈവത്തോട് രമ്യതപ്പെടണം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അതായത് പാപമറിയാത്ത തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കുരിശു മരണത്തിനായി വിട്ടുകൊടുക്കുവാൻ ദൈവം തിരുമനസ്സായി. അതുകൊണ്ട് നാം യേശു ക്രിസ്തു വഴി ദൈവത്തോട് രമ്യതപ്പെടണം. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുവിലൂടെ ദൈവത്തോട് രമ്യപ്പെടാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി മാറണം. രമ്യതയുടെ ശുശ്രൂഷയിൽ നാമും ഏർപ്പെടണം. അതെങ്ങനെ സാധിക്കും? നാം ദൈവത്തോട് രമ്യതപ്പെട്ട് ദൈവവുമായുള്ള ഐക്യത്തിലേക്ക് കടന്നു വന്നാൽ നമുക്ക് അനേകരെ യേശുവിലുള്ള വിശ്വാസം വഴി അനുതാപത്തിലൂടെ ദൈവവുമായി രമ്യതപ്പെടുത്താൻ സാധിക്കും. പ്രിയമുള്ളവരെ, യേശുവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്കും ആന്തരിക നയനങ്ങൾ തുറക്കപ്പെട്ട് യേശുവിനെ തിരിച്ചറിയുന്ന അനുഭവത്തിലേക്കും ആനന്ദത്തോടെ ആ അനുഭവം പങ്കുവച്ച് പ്രത്യക്ഷീകരണ അനുഭവത്തിലേക്കും വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം മനസ്സിൻ്റെ കണ്ണുകൾ തുറക്കുന്ന അനുഭവത്തിലേക്കും ആ അനുഭവത്തിൽ നിന്ന് സാക്ഷികളായി സകലരെയും ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്യാൻ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്തു. വചന സന്ദേശങ്ങൾ
ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് നാം കാത്തിരുന്നാൽ തീർച്ചയായും നമുക്ക് ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിച്ചുകൊണ്ട് സുവിശേഷ ചൈതന്യം ഭൂമിയുടെ അതിർത്തികൾ വരെ എത്തിക്കുവാൻ, കർത്താവിൻ്റെ ആ രക്ഷാകര ദൗത്യത്തിൽ പങ്കുകാരാകാൻ സാധിക്കും. പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ നാം പുതിയ സൃഷ്ടികളായി തീർന്നാൽ നമുക്ക് അനേകരെ യേശുക്രിസ്തുവിലൂടെ ദൈവത്തോട് രമ്യതപ്പെടുത്തുവാനും ആ രമ്യതയുടെ സുവിശേഷം സകലരെയും അറിയിച്ച് നമ്മുടെ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ വില സകലർക്കും സംലഭ്യമാകുന്നതിന് ഒരാത്മാവ് പോലും നഷ്ടപ്പെടാത്ത വിധം സകലരെയും യേശുക്രിസ്തു വഴി ദൈവവുമായി രമ്യതപ്പെടുത്തുവാനും നമുക്ക് സാധിക്കണം. അതിനായി ഉന്നതത്തിൽ നിന്ന് ശക്തി അയച്ചു തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഒരു പുതിയ പെന്തക്കൊസ്തി അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താവേ. സകലരെയും അങ്ങിലേക്ക് ആകർഷിച്ചടിപ്പിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഈ ദാഹത്തോടെ നമുക്ക് തിരുമുൻപിലിരുന്ന് ധ്യാനിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ.